ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. കോഴിമുട്ട കൊണ്ടുള്ളൊരു ഡിഷാണിന്ന്. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ കണക്കിലാണ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവെടുക്കേണ്ടത്. വേണ്ട കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം പഴുത്ത 2 തക്കാളി, 2 പച്ചമുളക്, ഫ്രഷ് ഗ്രീൻ പീസ്. ഇതില്ലെങ്കിൽ ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തിട്ട് വേവിക്കണം. ഇടത്തരം വലുപ്പത്തിലുള്ള 2 സബോള എടുത്തിട്ടുണ്ട്. ഇത്രയാണ് വേണ്ടത്. ബാക്കി ഇനി പൊടികളെ വേണ്ടു. തക്കാളി നുറുക്കാം. നീളത്തിലാണ് നുറുക്കണത്. തീരെ കനം കുറയേണ്ട, തക്കാളിയുടെ വലിപ്പം അനുസരിച്ച് നുറുക്കാം. ഇത്രയും തിക്നെസ്സിലാണ്. സാധാരണ വലുപ്പത്തിലുള്ളൊരു തക്കാളി ആണെങ്കിൽ 8-10 പീസസ് ആക്കാം. ഇനി സബോളയും അതേ ഷേപ്പിൽ തന്നെ നുറുക്കിയെടുക്കാം, നീളത്തിൽ തന്നെ. കോഴിമുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഈ കോഴിമുട്ടയിലേക്ക് വേണ്ട ഉപ്പ്. ഇനി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കോഴിമുട്ട ബീറ്റ് ചെയ്തത് ഒരൊറ്റ ഓംലെറ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തിരിച്ചിടണ്ട, പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിയിലത്തെ വശം ഇത്തിരി ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഈ മോൾ ഭാഗം കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്, മൊരിയിച്ചിട്ടില്ല. ഇനി ഈ പാനിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. സബോള നുറുക്കിയത് ഒന്ന് വഴന്നു വരണം. വല്ലാണ്ട് മൊരിയണ്ട, വെന്താൽ മാത്രം മതി. ക്യാരറ്റ് ചേർക്കുകയാണെങ്കിൽ ആദ്യം ക്യാരറ്റ് എണ്ണയിൽ ഇത്തിരി വഴറ്റിയിട്ട് സബോള ചേർത്താൽ മതി. ഇനി ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇതും 1 മിനിറ്റൊക്കെ മതി വേവാൻ. പച്ചമുളക് നീളത്തിൽ കീറിയിടാം. നല്ല എരിവുള്ളതാണെങ്കിൽ 1 മതിയാവും. കുറച്ച് സമയം വേണ്ടു ഇതുണ്ടാക്കാൻ. ഇനി തക്കാളി. ഇതിലേക്ക് വേണ്ടത്ര ഉപ്പ്. ഓംലെറ്റിൽ നമ്മൾ വേറെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. വാങ്ങണതാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ വേണ്ടി വരും. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. വൈകുന്നേരം കഴിക്കാൻ പറ്റിയ വിഭവമാണിത്. ചോറിനും ചപ്പാത്തിക്കും നല്ലതാണ്. വെറുതെയും കഴിക്കാൻ പറ്റും. ഇപ്പോൾ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഓംലെറ്റ് കഷ്ണങ്ങളാക്കിയതും കൂടി ചേർക്കാം. വേണമെങ്കിൽ മിക്സ് ഹെർബ്സ് ചേർക്കാം ഈ സമയത്ത്. അത് ഏത് ഫ്ലേവറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചേർക്കാം. ഒരാൾക്ക് കഴിക്കാനാണെങ്കിൽ 1-2 കോഴിമുട്ട എടുത്താൽ മതിയാവും. രാത്രി കഴിക്കാനാണെങ്കിലും വേറെ ദോശയും ചപ്പാത്തിയും ഒന്നും ഉണ്ടാക്കാൻ നേരമില്ലെങ്കിൽ ഇത് തന്നെയായിട്ടും കഴിക്കാം. കുറച്ച് വെജിറ്റബിൾസും എഗ്സും കൂടി ആവുമ്പോൾ വയറ് നിറയുമല്ലോ. അങ്ങനെ മുട്ട തക്കാളി തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.